കലനിറയും കൊല്ലത്തിലേക്ക് സ്വാഗതം. പ്രധാന വേദിയും ഒപ്പം തന്നെ മറ്റു വേദികളും ഉണരുന്നത് 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. പക്ഷേ ഇവിടെ കലനിറയും കൊല്ലത്തിൽ നമ്മളൊരു ഗണപതി സ്തുതിയോടെ ഒരു അതിമനോഹരമായ നൃത്തത്തോടെയാണ് ഇവിടെ നമ്മളിതിന് ആരംഭം കുറിക്കുന്നത്. നമ്മോടൊപ്പം ഗായത്രിയുണ്ട്. ഗായത്രി, കലോത്സവത്തിന് വന്ന നൊസ്റ്റാൾജിയയിലാണെന്ന് അറിയാം, എന്താ പറയാനുള്ളത്? ഞാൻ 2012 തൃശ്ശൂർ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 ഐറ്റമാണ് അന്ന് പങ്കെടുത്തത്. കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്. ഇപ്പം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മായിയമ്മയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ചിലങ്കാത പെർഫോമിംഗ് ആർട്സ്, അവിടെ ആണ് ഇപ്പം. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സഹകരണം വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നടക്കട്ടെ. ശരി. ചെയ്യാനുള്ള ചെറിയൊരു സമയമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് കൊല്ലത്ത് 2009 ഇതിനു മുൻപ് കലോത്സവം നടക്കുന്നത്? അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ്, അന്ന് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നെ 2010 കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഗ്രൂപ്പ് ഐറ്റത്തിലായിരുന്നു, ഒപ്പനയ്ക്കും തിരുവാതിരയ്ക്കുമായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോൾ അന്ന് യുവജനോത്സവമാണ്, അതിന് ശേഷമാണ് അന്ന് കലോത്സവം. 2009 കൊല്ലത്ത് ഇതിന് മുൻപ് നടന്ന് മാറിയത് യുവജനോത്സവമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കലോത്സവം ആണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇപ്പം നേരത്തെ നമ്മുടെ രേഷ്മ പറഞ്ഞു, നമ്മുടെ റിപ്പോർട്ടർ, അപ്പീലുകളൊക്കെ ധാരാളം വരും. പക്ഷേ അതൊന്നും മേളയുടെ ശോഭ കെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഗായത്രിക്ക് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായമുള്ളത്? ഈ മാറുന്ന കാലഘട്ടത്തിൽ കലോത്സവങ്ങൾ മാറുന്നു, അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? പൊതുവെ പോസിറ്റീവായ മാറ്റങ്ങളും നെഗറ്റീവായ മാറ്റങ്ങളും വരും. പൊതുവിൽ എന്താണ് അഭിപ്രായം? മാറ്റങ്ങൾ ഇപ്പോൾ അപ്പീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പീൽ വേണം. കാരണം കുറേ കുട്ടികൾ തഴയപ്പെടുന്നുണ്ട്. നല്ല കഴിവുള്ള കുട്ടികൾക്ക് ജില്ലയിലും സബ് ജില്ലയിലും ഒക്കെ തഴയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അപ്പീലിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അത് അനിവാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗണപതി സ്തുതിയോടെ തന്നെ ഐശ്വര്യത്തോടെ ആരംഭിക്കട്ടെ. ശരി. അതായത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ചോദിച്ചിരുന്നു, നമുക്ക് സമയം കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് കുശലം ചോദിക്കാൻ സമയം കുറച്ച് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി വരികയാണ്. എങ്ങനെയാണ് എല്ലാ ദിവസവും ഇവിടെ വരാനാണോ എന്ന് വെച്ചാൽ 8ാം തീയതി വരെ ഇവിടെ സജീവമായി ഈ വേദികളിൽ നൃത്തമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പ്ലാനാണോ? അതുപോലെ തന്നെ ചിലങ്കാത പെർഫോമിംഗ് ആർട്ടല്ലേ, അവിടെ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടോ? നമ്മുടെ സ്റ്റുഡൻസ് ഈ വർഷം നമുക്ക് എന്തോ ഭാഗ്യക്കേട് കാരണം നമുക്കില്ല ഈ വർഷം. പക്ഷേ എല്ലാ വർഷവും ഉണ്ടാവുന്നതായിരുന്നു, ഈ വർഷം മാത്രം ഇല്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസങ്ങളും വരാൻ തന്നെയാണ് ആഗ്രഹം. കാരണം ഇത് വലിയൊരു അനുഭവമാണ്, നമ്മുടെ ഓർമ്മകൾ, ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ എത്ര ഇതായാലും നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ ഓർമ്മകൾ. ഇപ്പം ഇതിലൂടെ ഇനി ഒരു കലോത്സവം കൊല്ലത്ത് എത്തണമെങ്കിൽ കുറേ നാൾ പിടിക്കില്ല. അപ്പം ഈ ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കത്തില്ല എന്തായാലും. അപ്പം നമ്മുടെ ആതിഥേയത്വം എനിക്ക് തോന്നുന്നു കൊല്ലംകാർ പുറത്തുനിന്ന് വരുന്നവർ കൊല്ലംകാരുടെ ആതിഥേയത്വം അനുഭവിച്ചറിയാൻ കൂടി പോവുകയാണ്. നമുക്കൊക്കെ അങ്ങനെ പേഴ്സണലി ഒരു സന്തോഷമുണ്ട്. ഞാനും കൊല്ലംകാരിയാണ്. അപ്പോൾ ഗായത്രി, എന്തായാലും ഇത്തവണ തുടങ്ങാം എന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ. അപ്പോൾ ആരംഭിച്ചോളൂ. ശരി. ശരണം ശ്രീ ഗണേശ ശരണം ഗജാനന ശ്രീ ഗണേശ ശരണം ഗജാനന ദേവർ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം ഗജാനന ദേവർ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം ഗജാനന ദേവ
മോദകപ്രിയനേ ഗൗരീസുതനേ പാദനമ്പും രാമദാസ വരദനേ മോദകപ്രിയനേ ഗൗരീസുതനേ ആദിദേവൻ ഉണരിൽ അരുളിലേ ആദിദേവൻ ഉണരി അരുളിലേ വേദമും ചെയ്തൊഴിലുണ്ടോ ആദിദേവൻ ഉണരി അരുളിലേ വേദമും ചെയ്തൊഴിലുണ്ടോ ശ്രീ ഗണേശ ശരണം ഗജാനന ദേവ മുനിവർ പണിയും ദയാകര ശ്രീ ഗണേശ ശരണം ഗജാനന എന്തായാലും വേദികൾ ഉണരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കലനിറയും കൊല്ലത്തിൽ ചിലങ്കയുടെ നാദം കേട്ടോ, അതിന് ഗായത്രിക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് 4-ാം തീയതി ഏറ്റവും മനോഹരമായി വളരെ പോസിറ്റീവായി കലോത്സവം തുടങ്ങി 8-ാം തീയതി അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കല്ലേ. നമ്മുടെ ജനം TV പ്രേക്ഷകരോടായി 2 വാക്ക്, അപ്പോൾ തന്നെ ഈ മത്സരിക്കാൻ വരുന്ന കുട്ടികളോട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ജനം ടിവിക്കും ഇങ്ങനൊരു ചാൻസ് എനിക്ക് തന്നതിന് വളരെയധികം നന്ദി. ഈ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ മയക്കും കൊണ്ട് വരുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് എനിക്കറിയാം, പക്ഷേ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അതോ ഇനി കുട്ടികളും അതുപോലെയാണ്, സ്റ്റേജിൽ കളിച്ചിട്ടാണ് നേരെ നമ്മുടെ മീഡിയ സ്റ്റോളിലേക്ക് ക്യാമറയുടെ മുന്നിലേക്ക് എത്തുന്നത്. എങ്കിലും ആ ഒരു എനർജി മാറുന്നില്ല എന്നുള്ളതാണല്ലേ, ക്ഷീണമൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ താങ്ക്സ്. താങ്ക് യു. നമുക്ക് കലനിറയും കൊല്ലത്തിൽ നമ്മുടെ പവലിയൻ്റെ ഉദ്ഘാടനമുണ്ട്. നമ്മുടെ അതിഥി എന്തായാലും നേരത്തെ തന്നെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്.